ഹലോ, ഇന്ന് മിനീസോയുടെ ഒരു വീഡിയോ ആട്ടോ. അപ്പോൾ നമ്മുടെ സ്വന്തം മിനീസോ കൊല്ലത്ത് വന്നിട്ടുണ്ട്. കൊല്ലം പള്ളിമുക്കിലാണ് മിനീസോ വന്നിരിക്കുന്നത്. ഇനി കൊല്ലംകാർക്ക് മിനീസോ എന്ന് പർച്ചേസ് ചെയ്യാൻ ട്രിവാൻഡ്രം ലുലു മാൾ വരെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ മിനീസോ എന്താ ചോദിച്ചാൽ ഇതൊരു ചൈനീസ് ബ്രാൻഡാണെന്ന് തോന്നുന്നു. കുറേ കൊറിയൻ ഐറ്റംസും ഒക്കെ ഇവിടെ അവൈലബിൾ. ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ്. നമ്മുടെ ഒരു റൂമൊക്കെ ഒന്ന് കൊറിയൻ ടച്ചിലോട്ടും എസ്തറ്റിക്കിലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ പോലെ എല്ലാ ഐറ്റവും കിട്ടും. കൊല്ലത്ത് സ്റ്റാർട്ട് ചെയ്തത് മിനീസോൻ്റെ ഒരു ചെറിയ ബ്രാഞ്ച് ആണെങ്കിൽ കൂടി ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പം ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുത്തിടണമെന്ന് തോന്നുമല്ലോ. അങ്ങനെ കുറച്ചൊക്കെ വീഡിയോസ് എടുത്ത് ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കൊല്ലം മിനീസോയിലുള്ളതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. കുട്ടികൾക്ക് വേണ്ടുന്ന ടോയ്സ് മാത്രമല്ല അവിടെ കിട്ടുന്നത്. മിനീസോ എന്ന പേര് പോലെ തന്നെ ക്യൂട്ടായിട്ടുള്ള ഒത്തിരി യൂസ്ഫുൾ ഐറ്റംസ് അവിടെ അവൈലബിൾ ആണ്. അവിടെ ഇതുപോലെ മാറ്റ് ഉണ്ട്, ഡോർ മാറ്റ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു കൊറിയൻ തീമിലോട്ടൊക്കെ നമ്മുടെ ഏതെങ്കിലും ഒരു റൂമോ വീടൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഐറ്റംസും കിട്ടും. സോക്സ് ഉണ്ട്, ചപ്പൽസ് ഉണ്ട്, ബാത്ത് ടവൽസ് ഉണ്ട്. ഇതൊക്കെ എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള റേറ്റ് ഉണ്ട്. ഒരു 200 റേഞ്ചൊക്കെയാണ് എല്ലാത്തിനും. എന്ന് വെച്ചാൽ ഒരു സ്റ്റാർട്ടിംഗ് റേറ്റാണ് അത്. 72 റുപ്പീസിനൊക്കെ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ളതും ടിഫിൻ ബോക്സ്, ഐസ് ക്യൂബ്സ് ഇടുന്ന ഐസ് ക്യൂബ് ഉണ്ടാക്കുന്ന ട്രേസ്, ഇതെല്ലാം നമുക്ക്. ഇതൊക്കെ ഒത്തിരി ഈ വീഡിയോസൊക്കെ യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ ഈ കൊറിയൻ അല്ലെങ്കിൽ ചൈനീസ്, ജാപ്പനീസ് ആൾക്കാരൊക്കെ യൂസ് ചെയ്ത ടിഫിൻ ബോക്സുകളാണ് ഇതെല്ലാം. ഇതൊക്കെ നമുക്കിനി കൊല്ലത്തുനിന്ന് മേടിക്കാമല്ലോ. അപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞ് ഐസ് ക്യൂബ് ട്രേസ് ഉണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. ഇതിപ്പം നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്പേസല്ലേ യൂസ് ചെയ്യത്തുള്ളൂ. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. നല്ല അടിപൊളി പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള ബാഗ്സ് ഉണ്ട്, ടിഫിൻ ബാഗുകളുണ്ട്. എന്ത് വേണമെങ്കിലും നമുക്കിവിടെ കിട്ടും. പക്ഷേ ഒത്തിരി അങ്ങ് അഫോർഡബിൾ ആണെന്ന് ചോദിച്ചാൽ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള പ്രൈസാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഇത് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്കാരായിരിക്കും. ടേപ്പാണ്. നമുക്കിപ്പോൾ അസൈൻമെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ പേപ്പറിൻ്റെ 4 വശവും ബോർഡറായിട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു, അതായത് ബോർഡർ ഇങ്ങനെ വരച്ചു കൊടുത്താൽ അതിൽ കാണിക്കുന്ന ഇമേജ് പ്രിന്റ് ആയിട്ട് വരും. പിന്നെ ഇതുപോലത്തെ ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് അവിടെ അവൈലബിൾ ആണ്. ഒത്തിരി കൊറിയൻ മാത്രമല്ല ഇന്ത്യൻ ടിഫിൻ ബോക്സിലും പിള്ളേർക്ക് ഇപ്പോൾ ഇങ്ങനെയാണ് ഫോർക്കും സ്പൂണൊക്കെ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒരു ബോക്സ് മേടിച്ചിട്ട് അതിൽ വെച്ചായിരിക്കും കൊടുത്തുവിടുക. ഇങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. കോഫി മഗ് ആയാലും വാട്ടർ ബോട്ടിൽസ് ആയാലും ഇതിൽ ഭൂരിഭാഗം ഐറ്റമും പൊട്ടുന്നതാണ്, ഗ്ലാസിൻ്റെ ആണ്, പ്ലാസ്റ്റിക്കിൻ്റെതും ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ കൊറിയൻ വീഡിയോസ് അല്ലെങ്കിൽ കൊറിയൻ ഡ്രാമാസിലൊക്കെ കാണുന്ന ഐറ്റംസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ കുറച്ച് പ്രൈസ് റേഞ്ച് ഉള്ളതാണ്, എന്നാലും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആട്ടോ. 200 റേഞ്ച് തൊട്ട് 400 വരെ വരുന്ന വാട്ടർ ബോട്ടിൽസ് ഇവിടെ അവൈലബിൾ ആണ്. 2.2 ലിറ്റർ വരെയുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒത്തിരി പേർക്കും കണ്ട് പരിചയമുള്ളത്. ഇതൊക്കെ 400 റേഞ്ചിലുള്ള വാട്ടർ ബോട്ടിൽസ് ആണ്. പിന്നെ ഇതിൻ്റെയൊക്കെ കറക്റ്റ് റേറ്റ് എനിക്കറിയില്ല, പക്ഷേ അത്യാവശ്യം ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള വിലയുണ്ട്. ഞാനത് എടുത്ത് പറയാൻ കാരണം ഒത്തിരി ചീപ്പായിട്ടൊന്നും ഇവിടെ അവൈലബിൾ അല്ല ഒന്നും. പിന്നെ മേക്കപ്പ് ബ്രഷസ് ചീപ്പുകളുണ്ട്, പല ടൈപ്പ്. അതായത് നമ്മുടെ ഐലാഷ് കേൾ ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ചീപ്പിനൊക്കെ ഒരു 200 റേഞ്ചാണ്. പക്ഷെ അത് എക്സ്പെൻസീവ് ആണോ എന്ന് വെച്ചാൽ ക്വാളിറ്റി മെറ്റീരിയലാണ്. മാത്രമല്ല ആ ഒരു ചീപ്പിൻ്റെ ബാക്ക് സൈഡ് തന്നെ തുറന്നിട്ട് നമുക്ക് അതിൽ നിന്ന് വേറെ കുറേ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇറങ്ങി വരും. തലയിൽ മുടിയിൽ എന്തൊക്കെയോ ചെയ്യാനായിട്ട്. നമുക്കതൊന്നും അത്രയ്ക്ക് കറക്റ്റ് അറിയില്ല. അങ്ങനെ ഈ വാട്ടർ ബോട്ടിൽസൊക്കെ 400 റേഞ്ച് ആട്ടോ. പിന്നെ ബാസ്ക്കറ്റ് ഒത്തിരി ഉണ്ട് അവിടെ. നല്ല ക്യൂട്ടായിട്ട് എസ്തെറ്റിക് ആയിട്ടുള്ള ബാസ്ക്കറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഡ്രാമാസിലേക്ക് നമ്മൾ കാണുന്ന ടൈപ്പ് ഓർഗനൈസേഴ്സ് ആണിത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്റ്റഡി ടേബിളിലൊക്കെ വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാം ഒരു എസ്തെറ്റിക് ഫീലാണ് ഇവിടെ വരുമ്പോൾ. നമുക്ക് ഇതൊക്കെ നമ്മുടെ ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഓർഗനൈസേഴ്സ് ഒക്കെയാണ്. ഈ ചീപ്പിനൊക്കെ ഒരു 200 റേഞ്ചാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. നമുക്ക് നെയിൽ പോളിഷസ്, നെയിൽ പോളിഷ് റിമൂവർ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. മുകളിൽ കാണുന്നതൊക്കെ മാസ്ക് മിക്സിംഗ് ബോൾസ് ആണ്. അതായത് നമ്മൾ ഫേസ് മാസ്ക് ഒക്കെ നമ്മൾ ഒരു പാത്രത്തിലിട്ട് മിക്സ് ചെയ്യുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബോൾസ്, ക്യൂട്ട് ബോൾസുകളാണ്. കണ്ടില്ലേ ഈ ട്രേക്ക് എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. കുട്ടി കുട്ടി വേസ്റ്റ് ബിൻസ് ഉണ്ട് നമ്മുടെ ടേബിളിൽ, റൂമിലൊക്കെ വെക്കാൻ പറ്റുന്നത്. അതുപോലെ കുഞ്ഞു കുഞ്ഞു ബാസ്ക്കറ്റ്സ് ഉണ്ട്. നമുക്കിതൊക്കെ മൾട്ടി യൂസ്, നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇത് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം.
ഒത്തിരി ഹാൻഡ് ബാഗ്സ് ഉണ്ട്, പേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞാനപ്പോൾ അത് ഓരോന്ന് വരുമ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ഈ കുഞ്ഞു കാർട്ടൊക്കെ നമ്മൾ വീഡിയോസിൽ കാണും. ഫോറിനേഴ്സൊക്കെ ഇടുന്ന വീഡിയോസിലൊക്കെ അവരിങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കുന്നതൊക്കെ കുഞ്ഞു കാർട്ടിലൊക്കെ നമ്മൾ കാണുന്നില്ലേ. പിന്നെ ഇയർ ബഡ്സ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. അത് കുറച്ച് അഫോർഡബിളാണ് തോന്നുന്നു. കാരണം 100 റുപ്പീസിനൊക്കെ ഏറ്റവും താഴെ ഇരിക്കുന്ന വലിയ സെക്ഷനൊക്കെ ഇതിലല്ല, ഇതിൻ്റെയും താഴെ ഇരിക്കുന്നതിന് 100 റുപ്പീസൊക്കെ ഉള്ളു. പക്ഷെ ഒരു 4 ബോക്സ് അതിനകത്ത് ഉള്ളിലുണ്ട്. സ്കിൻ കെയർ ഐറ്റംസും കുറച്ചൊക്കെ അവിടെ അവൈലബിൾ ആണ്. ഒത്തിരി പെർഫ്യൂംസ് ഒക്കെ ഉണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം സ്മെല്ല്, ഫ്രാഗ്രൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന്. അപ്പം ഞാൻ 2-3 ടെസ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് കുറച്ച് പരിചിതമായിട്ടുള്ള മോഡലും അങ്ങനത്തെ ഒരു ഫീലാട്ടോ ആ പെർഫ്യൂംസിനൊക്കെ കിട്ടിയത്. നല്ല പരിചയമുള്ള ഫ്രാഗ്രൻസ് കണക്ക് തോന്നി. പിന്നെ ഈ ക്ലിപ്സൊക്കെ നമ്മുടെ ഈ ബ്യൂട്ടി വ്ളോഗേഴ്സൊക്കെ കൊറിയൻ ആയാലും മുടി വീഴാതിരിക്കാൻ ഫ്രണ്ടിലോട്ട് കുത്തി വെച്ചിട്ട് ഓരോന്നൊക്കെ കാണിക്കുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പം മൊത്തത്തിൽ വെറൈറ്റി ആയിട്ടുള്ള ക്ലിപ്പൊക്കെ ഉണ്ട്. ഇത് ഓരോന്ന് 100 റുപ്പീസാണ് ആ ഒരു ഫുൾ പാക്കറ്റിനാ തോന്നുന്നു. പിന്നെ ഇത് നെയിൽ പോളിഷ്, ഡാസിലിൻ്റെ നെയിൽ പോളിഷസ് ആണ് അവിടെ ഉള്ളത്. അതിൻ്റെ കൂടെ തന്നെ നെയിൽ പോളിഷ് റിമൂവേഴ്സും ഇതിൻ്റെ തൊട്ടടുത്തുണ്ട്. ഇതൊക്കെ നെയിൽ പോളിഷ് റിമൂവേഴ്സ് ആണ്. അതുപോലെ ഐലൈനർ പല കളറിലുള്ളതൊക്കെ അവിടെ അവൈലബിൾ ആണ്. ഷീറ്റ് മാസ്കുകൾ ഉണ്ട് അവിടെ. അപ്പോൾ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞ് കീ ചെയിൻ ഉണ്ട്. പിന്നെ ഒത്തിരി സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ട്. നമ്മൾ ഡ്രാമാസിലൊക്കെ സ്കൂൾ കോളേജ് ഡ്രാമാസിലൊക്കെ അവർ യൂസ് ചെയ്യുന്ന കണക്കത്തെ പെൻ, അതുപോലെ ഇത് സാനിറ്റൈസർ വെക്കാനുള്ള കുഞ്ഞു ബോട്ടിൽസ് ഉണ്ട്. ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു മിനി ബുക്സുകളുണ്ട്, ജേർണൽസ് കണക്കുള്ള ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എല്ലാം നല്ല അടിപൊളി ഐറ്റംസൊക്കെ അവിടെ ഉണ്ട്. പ്രൈസ് അതിനനുസരിച്ച് അവർ കൊടുത്തിട്ടുമുണ്ട്. ഇതൊക്കെയാണ് ഈ കുഞ്ഞു കുഞ്ഞു ബുക്കുകളായാലും. ഇതെല്ലാം അകത്ത് കുഞ്ഞു കുഞ്ഞു പേജസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ആണ്. ഈ പേനകളൊക്കെ നമ്മൾ കൊറിയൻ ഡ്രാമയിലൊക്കെ കണ്ട് ഒത്തിരി പരിചയമുള്ളതാണ് ഡ്രാമാസ് കാണുന്നവരാണെങ്കിൽ. അപ്പോൾ എന്തായാലും മിനിസോ വന്നത് കുറച്ച് പേർക്കെങ്കിലും എക്സൈറ്റഡ് ഉണ്ടാക്കി കാണും. കാരണം ഈ കൊറിയൻ ആണല്ലോ ഇപ്പോൾ എല്ലാവർക്കും ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാം കൊല്ലത്ത് തന്നെ ഇങ്ങനൊരു സ്റ്റോർ വരുമ്പോഴത്തേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാനും കാണാനൊക്കെ ഒരു അവസരമുണ്ട്. വേണമെന്നുള്ളവർക്ക് പർച്ചേസും ചെയ്യാം. അവരുടെ ഡയറീസും പേനയൊക്കെ എന്ത് ക്യൂട്ടാണ്. അതിൽ കുഞ്ഞു കുഞ്ഞ് എലമെൻറ്റ്സ് അവർ ആഡ് ചെയ്തിട്ടുള്ളതൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. കുടയുണ്ട് അവിടെ 400 to 600 റേഞ്ചാണ്. അപ്പം പുറമേ ബ്ലാക്ക് കളറും കുടയുടെ ഉള്ളിൽ പ്രിന്റ് വരുന്ന ടൈപ്പൊക്കെ ഉണ്ട്. പിന്നെ ഹെയർ ബാൻഡ്സ് ആണിത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കൊല്ലത്ത് വന്ന മിനിസോയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ കൊല്ലത്തുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.